പൂരപ്രേമികളെ ആവേശത്തിലാക്കി തൃശ്ശൂർ പൂരം ഉച്ചസ്ഥായിലേക്ക് 36 മണിക്കൂർ നീളുന്ന പൂരങ്ങളുടെ പൂരം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശരത് തോങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, എരിപൊരിയും വെയിലത്തും ആവേശം ഒട്ടും ചോരാതെ അങ്ങനെ കൊട്ടിക്കേറുകയാണ് പൂരം. എങ്ങനെയാണ് ഇപ്പോൾ ഇനിയുള്ള ചടങ്ങുകൾ, വിവരങ്ങൾ? അജിംഷാദ് പറഞ്ഞ പോലെ തന്നെ ഒരു വെയിലത്തും ആവേശത്തിന് ഒട്ടും തന്നെ കുറവില്ല എന്ന് നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. വലിയ ആൾക്കൂട്ടം ഈ ഉച്ചയ്ക്ക് ഈ പൊരുവെയിലും വന്ന് ഈ പൂരം ആസ്വദിക്കാൻ എത്തുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. ഇന്നലത്തെ തൊട്ട് തന്നെ ഇവിടെ എത്തിയ ആളുകളുണ്ട്. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ വരവോട് കൂടിയിട്ടായിരുന്നു പൂരം ചടങ്ങുകൾ ആരംഭിച്ചിരുന്നത്. അതിനുശേഷം ചെമ്പുക്കാവ് കർത്തിയായിനി ഭഗവതി ക്ഷേത്രത്തിൽ തിടമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനപ്രേമികളുടെ ഒരു വികാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി വന്നിരുന്നു. വലിയ ആൾക്കൂട്ടമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചുറ്റുമുണ്ടായിരുന്നത്. അതിനുശേഷം മടത്തിൽ വരവ് അതിൻ്റെ പഞ്ചവാദ്യം അവസാനിച്ച് മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവിൻ്റെ ചെമ്പടമേളവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പടമേളം ഈ വടക്കുന്നതിനകത്തെത്തി എലഞ്ഞിത്തറ ചോട്ടിലെത്തി എലഞ്ഞിത്തറ മേളമായി മാറുന്നതോട് കൂടിയിട്ട് അതൊരു യൂണിവേഴ്സൽ ഓർക്കസ്ട്രയായി മാറും എന്നാണ് പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത്. അത്ര മനോഹരമാണ് ആ എലഞ്ഞിത്തറ മേളം എന്നത്. അതിനുശേഷമാണ് വൈകിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന കുടമാറ്റം എന്ന് പറയുന്നത്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ നേർക്കുനേർ നിന്ന് തങ്ങളുടെ വർണ്ണവിസ്മയങ്ങളായ കുടകൾ പ്രദർശിപ്പിക്കുന്നതോടുകൂടി ഈ ഒരു കൊല്ലം കാത്തിരുന്ന ഈ കുടമാറ്റ പ്രേമികളെ കാത്തിരുന്ന കുടമാറ്റം നടക്കുകയും അതിനുശേഷം രാത്രിപൂരം ഇങ്ങനെ നീളുകയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഈ പകൽപൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് നടക്കുന്നത്. എന്തായാലും ആവേശത്തിന് യാതൊരു കുറവുമില്ല. ഈ വെയിലാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമുക്ക് ദൗത്യമുള്ളൂ. ഇത് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഈ പൊരിവെയിലിനകത്തും ആവേശത്തിനൊരു തുള്ളി പോലും ചോരാതെയാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും അങ്ങനെ ശക്തൻ്റെ തട്ടകം പൂരത്തിൻ്റെ ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിൽ അങ്ങനെ കൊട്ടിക്കേറുകയാണ്. മേളപ്പെരുക്കം, ഇനി മഠത്തിൽ വരവ്, പിന്നീട് ഇലഞ്ഞിത്തറ മേളം, പിന്നീട് വൈകിട്ട് കുടമാറ്റം, പിന്നീട് വെടിക്കെട്ട്, അങ്ങനെ 36 മണിക്കൂർ നീളുന്ന പൂരാവേശം അങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശരത് തോങ്ങല്ലൂർ നൽകിയത്.